നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണല്ലോ ക്രിക്കറ്റ് ലോകം ഒന്നാകെയുള്ളത്. ഇപ്പോൾ CSK റീപ്ലേസ്മെൻറ്റ് നടത്തി നഥാൻ എല്ലിസിന് പകരം സ്പെൻസർ ജോൺസനെ ടീമിലേക്ക് എടുത്തു. അതൊരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് ആണോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് സംശയമുണ്ട്. രണ്ടുപേരുടെയും സ്കിൽ സെറ്റ് വ്യത്യസ്തമാണ്. എല്ലിസിനോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സ്പെൻസർ ജോൺസന് കഴിയുമോ? അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രകടനങ്ങളൊന്നും അത്ര വലിയ ആശാവഹമല്ല. എന്നാൽ പോലും സ്പെൻസർ ജോൺസനെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. CSKക്ക് എന്നു മുതൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാവും? അവിടെ ഒരു ചെറിയ ആശങ്കയുണ്ട്. CSK തന്നെ ഇപ്പം കൺഫേം ചെയ്യുന്ന കാര്യം ഏപ്രിൽ 21, 23 അതിനിടയ്ക്ക് മാത്രമേ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. ഇപ്പോൾ IPL ഷെഡ്യൂൾ പൂർണ്ണമായിട്ടും പുറത്ത് വന്നിട്ടില്ല. ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് അദ്ദേഹത്തിന് എന്തായാലും ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മത്സരങ്ങളെല്ലാം നഷ്ടമാകും. രാജസ്ഥാൻ റോയൽസിനെതിരെ, പഞ്ചാബ് കിങ്സിനെതിരെ, RCBക്കെതിരെ, ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള ഈ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടമാകും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ മത്സരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് താരം എത്തുക. അപ്പോൾ പുതിയ ഷെഡ്യൂളിൽ അതിനിടയ്ക്ക് മത്സരങ്ങളുണ്ടെങ്കിൽ ആ കളിയും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളതാണ് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ജോൺസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1.5 കോടി രൂപക്കാണ് ഇപ്പോൾ CSKയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നഥാൻ എല്ലിസ് റൂൾഡ് ഔട്ടായ ആ ഒരു ഗ്യാപ്പിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വരവ്. എന്തായാലും കണ്ടറിയണം ഏത് തരത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് നടത്താൻ പറ്റുമെന്ന്. CSKയുടെ ബൗളിങ്ങിന് വലിയൊരു തിരിച്ചടിയാണ് എല്ലിസിൻ്റെ പോക്ക് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.